സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്പാ 2 ദിവസം മുൻപ് അടപ്പിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സ്പർശൻ വെൽനസ് സ്പായാണ് മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ച് മേയർ വി രാജേഷ് പൂട്ടിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെയാണ് സ്പാ പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. സ്പർശൻ വെൽനസ് സ്പാ കോർപ്പറേഷൻ പൂട്ടിച്ചതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോൾ ചെന്നു നിൽക്കുന്നത് BJPയിലെ ഒരു പ്രമുഖ നേതാവിലേക്കാണ്. പാങ്ങോട് സ്വദേശിയായ മനോഹരൻ എന്നയാളുടെ പേരിലാണ് സ്പാ ലൈസൻസ് എടുത്തിട്ടുള്ളതെങ്കിലും ഈ പേരിന് പിന്നിൽ നിഗൂഢതകൾ ഏറെയാണെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു പ്രമുഖ BJP നേതാവ് തന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പിതാവിന്റെ പേരായി നൽകിയിരിക്കുന്നത് മനോഹരൻ എന്നാണ്. സ്പായുടെ രേഖകളിലുള്ള പാങ്ങോട് സ്വദേശി മനോഹരനും ഈ നേതാവും തമ്മിലുള്ള ബന്ധമെന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. ലൈസൻസ് രേഖകളിൽ മനോഹരൻ എന്ന പേരാണ് ഉള്ളതെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇങ്ങനെ ഒരാളെ അറിയില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇതും സ്പാ നടത്തിപ്പിൽ BJP നേതാവിനുള്ള ബന്ധത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. BJP നേതാവിന്റെ ബിനാമി ഇടപാടാണോ ഈ സ്പാ എന്ന സംശയം ഇതോടെ ശക്തമായിരിക്കുകയാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ഈ നേതാവ് തലസ്ഥാനത്തെ ഔദ്യോഗിക വിഭാഗവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. തിരുവനന്തപുരം മേയർ വി രാജേഷിനെ ആ സ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ BJPക്കുള്ളിൽ തന്നെ കരുനീക്കങ്ങൾ നടത്തിയ ഒരു മുതിർന്ന നേതാവുണ്ട്. ആ നേതാവിന്റെ വിശ്വസ്തനാണ് ഇപ്പോൾ പൂട്ടിച്ച സ്പായുടെ യഥാർത്ഥ ഉടമയെന്നാണ് മറ്റൊരു വിവരം. അതുകൊണ്ട് തന്നെ സ്പാ പൂട്ടിച്ച നടപടി കോർപ്പറേഷന്റെ ഭരണപരമായ നീക്കം എന്നതിലുപരി BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നും ഒരു വിഭാഗം വിലയിരുത്തി കഴിഞ്ഞു. സ്വന്തം പാർട്ടിക്കാരൻ നടത്തുന്ന സ്ഥാപനമാണെന്നറിഞ്ഞിട്ടും നിയമലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച വി രാജേഷിന്റെ നടപടി പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിട്ടുണ്ട്. സ്പായിൽ അഭിമുഖത്തിനെത്തിയ യുവതിയോട് മോശമായി പെരുമാറിയതും അനാശാസ്യത്തിന് പ്രേരിപ്പിച്ചതുമാണ് റെയ്ഡിലേക്ക് നയിച്ചത്. എന്നാൽ സ്ഥാപനം പൂട്ടിയതോടെ പരാതിക്കാരി പിൻവാങ്ങിയത് അണിയറയിലെ ചരടുവലികൾ കാരണമാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച പ്രീമിയം വിഭാഗവും ഉണ്ടായിരുന്നു. മസാജ് സെന്റർ നിയമങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു സ്പായുടെ പ്രവർത്തനം. റെയ്ഡ് നടന്ന സ്പായ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ നടക്കുന്നതായും ആക്ഷേപമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാവിന്റെ അച്ഛന്റെ പേരും സ്പാ ഉടമയുടെ പേരും ഒന്നായത് യാദൃശ്ചികമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്ന ആരോപണങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുന്ന ഈ യുവ നേതാവിനെ സ്പാ വിവാദം എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി നിർണായകം.